ഗുഡ് മോർണിംഗ് എവരിവൺ. ആദ്യമായിട്ട് നിങ്ങളുടെ പട്ടനെ വിളിച്ചപ്പോൾ 9 മണിക്ക് എന്താ പറഞ്ഞപ്പോൾ ഇനി നേരത്തെ തന്നെ എത്തിയ എല്ലാ എൻ്റെ പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദിയുണ്ട്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടാണ് ഇപ്പോഴത്തെ എല്ലാ നല്ല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ആവശ്യമായിട്ടുള്ളത്. ഇന്ന് നിങ്ങളൊരു പ്രസ് മീറ്റ് വിളിക്കാനൊരു കാരണമുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ഞങ്ങളുടെ എറണാകുളം റൂറൽ ജില്ലയുടെ ജില്ലാ പോലീസ് മേധാവി സുദർശൻ്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ തൂഫാനിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സീക്രട്ട് ഓപ്പറേഷനിൻ്റെ ഒരു സക്സസ് നിങ്ങളെല്ലാവർക്കും അറിയിക്കാൻ വേണ്ടിയാണ്. ശരിക്കും ഇങ്ങനത്തെ ഒരു സക്സസ് ഓൺലി നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ മാധ്യമമോ അല്ല, നിങ്ങളുടെ നാട്ടിലുള്ള നാട്ടുകാരുടെ ഒരു വിജയം തന്നെയാണ്. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയ ശേഷം കേരള മുഴുവൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തായിട്ട് ഡ്രഗ്സിനെതിരെ പോലീസിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സർക്കാരിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വേട്ട തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഞങ്ങൾക്ക് വളരെ വലുതായിട്ടുള്ള ഒരു സക്സസ് കിട്ടിയിട്ടുണ്ട്, വിജയം കിട്ടിയിട്ടുണ്ട്. അത് കാരണം ജില്ലാ പോലീസ് മേധാവി അവരുടെ കൂടെയുള്ള ഞങ്ങളുടെ ജില്ലാ ഡൻസാഫ് ടീം അവരുടെ ഒരു വർക്ക് തന്നെയാണ്. സോ ബേസിക്കലി ഇന്നലെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഫോളോ ചെയ്തിട്ട് അവരുടെ ഒരു കുറേ ദിവസങ്ങളിൽ നിന്ന് വർക്ക് നടത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒരു ടിപ്പ് ഓഫ് കിട്ടി, ഫോളോ അപ്പ് കിട്ടി. നിങ്ങളുടെ ഡെൻസാഫ് ടീം ആദ്യം പോയപ്പോൾ ഒരു 1.5 kg ഹൈഡ്രോ ഗാഞ്ച പിടിക്കുന്നു. ഹൈഡ്രോ ഗാഞ്ച നിങ്ങൾ എല്ലാവർക്കും അറിയാം, ആ ഹൈബ്രിഡ് ഗാഞ്ച എന്താ പറയാം. ശരിക്കും ഹൈബ്രിഡ് ഗാഞ്ച എന്താ പറഞ്ഞാൽ നിങ്ങളുടെ സാധാ ഗാഞ്ചയുടെ പോലെയല്ല. ഇറ്റ്സ് എ ഹൈഗ്രോഫോണിക്കലി ഗ്രോൺ ആൻഡ് നിങ്ങളുടെ ഗാഞ്ചയുടെ 2 ഭാഗങ്ങളായിരിക്കും. ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള 2 ഗാഞ്ചയുടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൾച്ചർ ചെയ്തിട്ടുള്ള സയൻറ്റിഫിക്കലി ഗ്രോ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ അഡിക്റ്റീവ് ആയിരിക്കും ആൻഡ് മാർക്കറ്റിൽ വളരെ ഹൈ പ്രൈസിലാണ് ഇതിൻ്റെ വിൽപ്പന ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു നോർമലായിട്ടുള്ള marijuana or ഗാഞ്ച ഞങ്ങൾ മാർക്കറ്റിൽ സെയിൽ ചെയ്തപ്പോൾ സ്ട്രീറ്റ് സെല്ലിംഗ് പ്രൈസ് മേ ബി 1 lakh 1.5 lakh ആയിരിക്കും per kg. സ്ട്രീറ്റ് സെല്ലിംഗ് പ്രൈസാണ് ഞാൻ പറയുന്നത്. ബട്ട് ഇങ്ങനെ ഒരു ഹൈഗ്രോഫോണിക് ഗാഞ്ചയുടെ സ്ട്രീറ്റ് സെല്ലിംഗ് പ്രൈസ് വിൽ ബി അപ് ടു 1 crore എന്നാണ് നാർക്കോട്ടിക് ബ്യൂറോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആൻഡ് ഏറ്റവും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു 1.5 kg ആണ്, ഓക്കെ ഫൈൻ, വെരി ഗുഡ്. പിന്നീട് ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ പോകുമ്പോൾ ഇതിൻ്റെ സോഴ്സ് ആർ സ്റ്റോറേജ് ഇങ്ങനെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഇനി 16.5 kg ഈ ഒരു ഹൈഡ്രോ ഗാഞ്ച ഹൈബ്രിഡ് ഗാഞ്ച കിട്ടിയതാണ്. സോ ടോട്ടൽ 18 കിലോ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഹൈബ്രിഡ് ഹൈഡ്രോ ഗാഞ്ച ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. 18 കിലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണം, ഏകദേശം 18 കോടി വരെ മാക്സിമം സെല്ലിംഗ് പ്രൈസായിട്ട് ഇത് ഒരു സ്ട്രീറ്റ് പ്രൈസായിട്ട് പോകേണ്ട ഒരു സാധനം തന്നെയാണ്. ഇങ്ങനെ ഒരു വിഷയം ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ഈ 18 കോടി രൂപ കേരള നാടിൻ്റെ പുറത്ത് പോകേണ്ട ഒരു പൈസ ആയിരുന്നു. ഈ 18 രൂപ പല വീടുകൾ, പല സ്റ്റുഡൻറ്റുകളെ ജീവിതം തകർക്കാൻ വേണ്ടിയുള്ള പണമായിരുന്നു. ഇത്ര ആയിരക്കണക്കത്തിലുള്ള ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള സ്റ്റുഡൻസോ സിറ്റിസൻസോ യൂത്ത്സോ മോശപ്പെട്ട ഒരു വഴിയിൽ കൊണ്ടുപോകാനോ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു സംഭവമായിരുന്നു. എനിക്കറിയാം ഇവർ 18 kg മാത്രം പിടിച്ചത് കൊണ്ട് ഇത് മുഴുവൻ തീരാനൊന്നും പോകുന്നില്ല. പിന്നെ അവർ കൊണ്ടുവന്ന ഒരു വിഷയത്തിൽ ഈ 18 kg മാത്രമില്ലാത്ത ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഒരു തുടക്കം മാത്രമായിട്ടാണ് ഇത്ര ഞങ്ങൾ ഒരു നല്ല വിജയം ഞങ്ങളുടെ ഡൻസാഫ് ടീം എറണാകുളം റൂറൽ SP-യുടെ ഞങ്ങളുടെ ASP പെരുമ്പാവൂരിൻ്റെ ഒരു സംഘമായിട്ടാണ് ഇത് ഒരു ഞങ്ങൾ വിജയം കിട്ടിയിരിക്കുന്നത്. ഇതിയുടെ സോഴ്സ് ശരിക്കും ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഈ പ്രസ് മീറ്റിൽ അത് പറയാൻ പറ്റില്ല. ശരിക്കും ഔട്ട് ഓഫ് കൺട്രി തന്നെയാണ് ഒറിജിൻ. ആൻഡ് എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു, ഇതിന് പിന്നിൽ ആരാറുണ്ട്, നമ്മൾക്ക് ഏകദേശം ഇതിനുള്ള ഐഡിയ ലഭിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള വർക്ക് പോലീസ് ചെയ്യുന്നുമുണ്ട്. സോ ഇതിൽ 2 അക്യൂസ്ഡാണ് ഉള്ളത്. ഒരു A1 ആയുഷ് ಅಂತ പറഞ്ഞിട്ട്, A2 വൈഫ് ഓഫ് ആയുഷ് ആനിക ಅಂತ പറഞ്ഞിട്ട്. സോ ഞങ്ങളുടെ ഒരുപാട് വർക്ക് മോർ ദാൻ 15 ഡേയ്സിലുള്ള ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ വർക്കിലാണ് ഈ ഒരു വിജയം ഞങ്ങൾ നൽകിയിരിക്കുന്നത്. സോ ഈ വിജയം കൊണ്ടുവന്ന ഞങ്ങളെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിയും പിന്നെ എറണാകുളം ജില്ലയുടെ ഡൻസാഫ് ടീം, ASP പെരുമ്പാവൂർ, പിന്നെ എല്ലാവിധ നമ്മളെ ടീമിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കേരളത്തിൽ പോലീസിൻ്റെ ഓപ്പറേഷൻ തൂഫാനിൻ്റെ അണ്ടറിൽ ഈ ഒരു വേട്ട ഇനി തുടർന്നു. ഞങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ ഒരുപാട് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. DYSP സബ് ഡിവിഷണൽ DYSPയുടെ കീഴിൽ 4 സംഘങ്ങളായിട്ട്, നിങ്ങളെല്ലാവർക്കും അറിയാം, ഓപ്പറേഷൻ തൂഫാനിൻ്റെ ഭാഗമായിട്ട് 4 സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ റേഞ്ചിൽ ഈ ഓപ്പറേഷൻ തൂഫാനിൻ്റെ ഭാഗമായിട്ട് ഒരു പിരമിഡിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഈ പിരമിഡിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഏറ്റവും താഴെയിൽ യൂസർ ബേസ് ആയിരിക്കും. ഞങ്ങൾ യൂസേഴ്സ് ഒന്നും ഉപദ്രവിക്കാൻ പോകുന്നില്ല. ബട്ട് പോലീസ് വിൽ കളക്ട് ദ നെയിം ഓഫ് ദ യൂസേഴ്സ് ആർ അഡിക്റ്റ് ആയിട്ടുള്ള ഡ്രഗ് അബ്യൂസേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ എല്ലാ നെയിംസ് ഞങ്ങൾ കളക്ട് ചെയ്യുന്നു. അവരുടെ പിരമിഡിക്കൽ സ്ട്രക്ചർ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. അതേപോലെ ഇവിടുത്തെ ഏറ്റവും താഴെയുള്ള റീറ്റെയിൽ വ്യാപാരികളെ ഒരു ഡേറ്റാബേസ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ റീറ്റെയിൽ ആളുകളെ മുകളിലുള്ള ആളുകളാണ് ഹോൾസെയിൽ ഡീലേഴ്സ്. ആ ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ വിഷയങ്ങൾ ഞങ്ങൾ ആ ഒരു പിരമിഡിക്കൽ സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ മുകളിലാണ് ഏറ്റവും ടോപ്പ് ലെവൽ സപ്ലയേഴ്സ്. ചിലപ്പോൾ അവർ കേരളത്തിൽ അകത്തായിരിക്കാം, പുറത്തായിരിക്കാം. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു അവരുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പഠിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ അറിയുന്നുണ്ട്. ഉറപ്പായിട്ട് ഈ ഒരു നെറ്റ്വർക്ക്സ് തകർക്കാൻ വേണ്ടിയോ ഇവരെല്ലാവരുടെ അടിസ്ഥാനത്തിൽ മുമ്പേ ഹാജരാക്കാൻ വേണ്ടിയുള്ള ശ്രമം കേരള പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ എനിവേ, ഇങ്ങനെ ഒരു 18 kg വേട്ട വളരെ വലിയ വിജയം തന്നെയാണ്. ഞങ്ങളുടെ ടീമിൻ്റെ ഇത്ര ദിവസം ചെയ്ത പണിയുടെ ഒരു റിസൾട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് പറയാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഒരു പ്രസ് മീറ്റിലേക്ക് വിളിച്ചത്. ഓപ്പറേഷൻ തൂഫാനിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കാര്യത്തിൽ നിങ്ങളെല്ലാവരും ഒപ്പമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. സോ ഈ കാര്യം നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ പോലീസായിട്ട് സഹകരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരുടെയും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. ആണ് ഇത് നിങ്ങൾക്ക് തരും. ദിസ് പ്രസ് റിലീസ് വിൽ ബി ഗിവൺ ടു യു. യെസ്, ബോത്ത് ആർ അറസ്റ്റഡ്. ഒരാൾ പറഞ്ഞു. യെസ്, ആദ്യം ഈ കേസ് ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിക്കാം. ഞങ്ങളുടെ ഇവർ ഹോൾസെയിൽ ഡീലർ തന്നെയാണ്. നമ്മൾ ഒരു 18 kg കയ്യിലുണ്ടോ എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ഡീലർ തന്നെയല്ലേ. ഇവർക്ക് ഒരാൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്.
ഇവർക്ക് ഒരാൾ വലുതായിട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ആളിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നു. ഇവരെ മുകളിൽ ഇനി വലുതായിട്ടുള്ള കൺസൈൻമെൻറ്റ് ഉള്ള ആളുകളുണ്ട്. ക്യാരിയേഴ്സ് അല്ല, ഇവർ സെയിൽ ചെയ്യാൻ വേണ്ടി തന്നെ വന്ന ഹോൾസെയിൽ ഡീലേഴ്സാണ്. അവരുടെ ഫ്ലാറ്റ് തന്നെ. ഫ്ലാറ്റ് എന്താ പറഞ്ഞാൽ അവരുടെ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അവർ താമസിക്കുന്നുണ്ടായിരുന്നു, വാടക എടുത്തിട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ദാറ്റ് മീൻസ് എവറി വൺ ഈസ് എൻ ഇൻഡിവിജ്വൽ പേഴ്സൺ അല്ലേ. അവരുടെ വീട്ടിലെ അകത്ത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് താമസിക്കുമ്പോൾ ഒരാൾക്ക് ഡൗട്ടൊന്നും വരാൻ പോകുന്നില്ല. ഞങ്ങൾ ഈവൻ പിടിച്ചപ്പോൾ ആണ് ഞങ്ങൾ ആ ഒരു വിഷയം ഞങ്ങൾക്ക് മനസ്സിലായത്. ദാറ്റ് ഈസ് എ വെരി സീക്രട്ട് ആയിട്ടല്ലേ അവർ വെക്കാൻ പോകുന്നത്. 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ പട്ടണം ഇങ്ങനെ വന്നു ഈ പരിപാടിക്ക് വേണ്ടി, പിന്നെ പോകാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. ഇവരുടെ കയ്യിലുള്ള എല്ലാ ക്വാണ്ടിറ്റി പിടിച്ചു കഴിഞ്ഞു. നേരത്തെ പല ആളുകൾക്ക് വേറെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുണ്ടാവാം. ഞങ്ങൾ ഇൻട്രാഗേഷനിൽ അത് കൊണ്ടുവരും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയാം, ഹോൾസെയിൽ കച്ചവടക്കാരൻ, റീറ്റെയിൽ കച്ചവടക്കാരൻ, അത് താഴെയുള്ള എൻഡ് യൂസേഴ്സ് എത്ര വില ഓരോരോ ആളിൽ ഒരു ലാഭം വെച്ചിട്ടല്ലേ കൊടുക്കാൻ പോകുന്നുള്ളൂ. ബട്ട് അവർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ വിലക്കാണ് മേടിച്ചിരിക്കുന്നത്. അവർക്ക് അത്രയും വലിയ ലോസ് അവർക്ക് വന്നിട്ടുണ്ട്, ആ ഒരു സംഘമൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ എക്കണോമിക്സ് ഓഫ് ദ ക്രൈം ഒന്ന് ഫസ്റ്റ് അറിയണം. എക്കണോമിക്സ് ഓഫ് ദ ക്രൈം എന്ന് പറഞ്ഞാൽ ഇത് ലാഭയ്ക്ക് വേണ്ടി ചെയ്യേണ്ട പരിപാടിയാണ്, സൊസൈറ്റിയിൽ സർവീസ് ഒന്നുമല്ല. അപ്പോൾ അവന് ലാഭയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവന് ഒത്തിരി ലാഭം വെച്ചിട്ടാണ് സെയിൽ ചെയ്യാൻ പോകുന്നത്. ഇതിൽ പല സ്റ്റേജസ്, പല അംഗങ്ങൾ ലാഭം കഴിക്കാൻ വേണ്ടി ഉണ്ടാവും. അവരെല്ലാവരും ഈ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഉണ്ട്. ദാറ്റ്സ് വാട്ട്. ഞങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ഇവനെ പുറകിലുണ്ട്. ഈ വീട്ടിൽ വന്നിട്ട് 15 ദിവസമായിട്ടുള്ളൂ. ഇനി ഇവന് പുറകിൽ ആറാറുണ്ട്, എത്ര നാളമായിട്ട് ചെയ്തിട്ടുണ്ട്, എവിടെ പോയിട്ടുണ്ട്, നിങ്ങൾ ഇൻട്രാഗേഷനിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇന്നലെ നമ്മൾ സീൻ മാജർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറയാം. ഞങ്ങൾ ആ ഒരു റേസിലില്ല, മത്സരത്തിലില്ല, ബിഗ്ഗസ്റ്റ് ആണോ അങ്ങനത്തെ മത്സരത്തില്ല. ഞങ്ങളൊരു അച്ചീവ്മെൻറ്റ് ചെയ്തു, താങ്കളെ അറിയിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു വിവരം. ഇത് വിദേശത്താണ് ഒറിജിൻ. വിദേശ ഒറിജിൻ ഇന്ത്യക്ക് എങ്ങനെ വന്നു, ഏത് വഴിയായിട്ട് വന്നു നമ്മൾക്ക് അറിയാം. ബട്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ബട്ട് ഇതിന് പിന്നിൽ ആരുണ്ട്, എങ്ങനെയാണ് മണി ഫ്ലോ, ഇത് ട്രാക്ക് എങ്ങനെ ഉണ്ട്, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതുവരെ അങ്ങനെ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ബട്ട് ഞങ്ങൾ ഡാറ്റാബേസിന് ചെക്ക് ചെയ്യാനുണ്ട്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ഇങ്ങനത്തെ പൊതുവെ ഇങ്ങനത്തെ വിഷയങ്ങൾ വരാൻ പോകുന്നത് തായ്ലാൻഡിലാണെന്ന് ഞങ്ങൾ അറിയിപ്പ്, ബിക്കോസ് ഓഫ് അവർ ട്രെയിനിങ്. ബട്ട് എക്സാക്ട്ലി ഇത് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇൻട്രാഗേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷനിലേ വരാൻ പറ്റും. മിക്കവാറും അത് തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു ഡൗട്ട്, ആർ സസ്പെക്റ്റ്. അങ്ങനെ ഒന്നുമില്ല. കാരണം അവരത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അത് സാധാ സ്ഥലത്തിൽ ഉണ്ടായതാണ്. ആൻഡ് ദേ ഹാവ് കം ഓൺലി 2 weeks ബാക്ക്. ആ ഒരു കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നു, പിന്നെ അത് ഒളിവായി പോകേണ്ടത് ഒരു പരിപാടിയായിരുന്നു എന്ന് തോന്നുന്നു. ഇവരോ മലയാളീസ് അനീക്ക. സ്വാഭാവികമായിട്ട് ഈ 2 പേര് മാത്രം ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവരാനോ ഓപ്പറേഷൻസ് ചെയ്യാനോ ഇത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ഒരു നെറ്റ്വർക്ക് തന്നെ. അതാണ് ആദ്യമായിട്ട് പറഞ്ഞത്, ഒരു പിരമിഡിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും ഏത് നെറ്റ്വർക്കിലായാലും. ഇവരെ നിങ്ങളെ പിരമിഡിക്കൽ സ്ട്രക്ചറിൽ 2ാമത്തെ ആളാണ്, ടോപ്പിൻ്റെ 2ാമത്തെ ആളാണ്. ഇവരെ മുകളിലെ ആളുണ്ട്, താഴെയുള്ള ആളുണ്ട്. ഞങ്ങളത് കൊണ്ടുവരേണ്ടതാണ്. ആണ് ഞങ്ങൾ ഇവരുടെ ശരിയാണ്. ഇവർ ഹോൾസെയിലേഴ്സാണ്. 6 റീറ്റെയിലേഴ്സ് ഞങ്ങൾ കണ്ടുപിടിക്കണം, 6 യൂസേഴ്സ് കണ്ടുപിടിക്കണം. യൂസേഴ്സിനെ വെടിവെക്കി കൊല്ലാൻ വേണ്ടി, ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അല്ല ഞങ്ങളുടെ ഉദ്ദേശം. യൂസേഴ്സിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക, ഈ പെഡ്ലർസിനെ ഞങ്ങൾ നിയമവിധേയമാക്കുക, ഇതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. ബട്ട് ആയാൽ 6 ഇതിന് പിന്നിലുണ്ട്, എല്ലാം ഞങ്ങളൊന്ന് കണ്ടെത്താൻ പോവാം.
എക്സാക്ട്ലി ഞങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കുന്നു. പല ഡ്രഗ്സുകൾ പല വിധത്തിലുള്ള ഒരു എഫക്ട്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങൾ സാധാ കനബീസ് ആർ മറിജുവാന പോയാൽ ഒരു ഡിഫറെൻറ്റ് എഫക്റ്റ് വരും അതിനുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട്സ് വെച്ചിട്ട്. അതേപോലെ നിങ്ങൾ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് പോയാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഫക്ട്സ് വരും. ഡിപ്രസൻസ് ആയിരിക്കാം, ഇല്ല കൂടുതൽ എൻജോയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ളതായിരിക്കാം, ആറ് പാർട്ടി ഡ്രഗ് ആയിരിക്കാം, ആറ് നിങ്ങൾക്ക് ഒരിക്കലൊക്കെ ടയർഡ്നെസ് ഇല്ലാതെ തന്നെ 24 മണിക്കൂർ നിൽക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളായിരിക്കാം. ഇങ്ങനെ പല തരത്തിലുള്ള നമ്മളെ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ആണ് ഉള്ളത്. സോ ഈ ഒരു ഹൈബ്രിഡ് എന്താ പറഞ്ഞപ്പോൾ ഗാഞ്ചയുടെ 2 ടൈപ്പ് ഉണ്ട്. സെറ്റിവിയ ഇൻഡിക്കയുടെ ഭാഗത്തിൽ 2 മെർജ് ചെയ്തിട്ട് ഒരു നല്ല പ്രോഡക്റ്റ് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അതിലൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എഫക്ട്സ് മീൻസ് എലോങ്കേറ്റഡ് ഹൈ ഒരു വളരെ കൂടുതൽ ഹൈ എലോങ്കേറ്റഡ് ടൈമിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ്. അതിനെക്കുറിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള അന്വേഷണം ചെയ്ത ശേഷം വന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. സോ ഇത് നേച്ചറിലുള്ള 2 വിധത്തിലുള്ള കാനബിസിനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് അഗെയിൻ ഹൈഗ്രോഫോണിക്സ് യൂസ് ചെയ്ത് ഗ്രോ ചെയ്തിട്ടുണ്ടാവും. സോ അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. വൺസ് ദ എഫക്റ്റ് ഈസ് ഡിഫറെൻറ്റ് ദ സ്ട്രീറ്റ് പ്രൈസ് ഓൾസോ ഗോസ് ഹൈ. അങ്ങനെയാണ്. ഈ MDMA കഴിക്കേണ്ട ആളുകൾ തന്നെ വേറെ ആയിരിക്കും, ഗഞ്ച കഴിക്കേണ്ട ആളുകൾ തന്നെ വേറെ ആയിരിക്കും, LSD സ്റ്റാമ്പ് കഴിക്കാൻ വേണ്ടിയുള്ള ആളുകൾ വേറെ ആയിരിക്കും, കൊക്കൈൻ ആളുകൾ വേറെ ആയിരിക്കും, ഹെറോയിൻ ആളുകൾ വേറെ ആയിരിക്കും. ഓരോരോ ആൾ ഓരോരോ ടൈപ്പ് ഓഫ് നാർക്കോട്ടിക്സിക്ക് അഡിക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു ഗഞ്ചയുടെ അഡിക്ഷൻ കൂടുതലാണ്, നിങ്ങളെല്ലാവർക്കും അറിയാം, കൂടുതൽ അവൈലബിൾ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ നന്നായിട്ടുള്ള അവർക്ക് നന്നായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ പ്രൈസ് മേടിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം ഞങ്ങളിന്ന് തപ്പി ഉടനെ ഉള്ളൂ. ഇന്നെ നൈറ്റാണ് ആയത്. ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് സമയമില്ല. ബിക്കോസ് നൈറ്റ് ഈ 18 kg മാജർ ഉണ്ടാക്കണം, പ്രോസസ്സിലേക്ക് കൊണ്ടുവരണം. ദാറ്റ് ഈസ് അവർ പ്രൈം. ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഞങ്ങളാക്കും. ഇന്ന് വൈകുന്നേരമല്ലോ നാളെ ആകുമ്പോഴത്തേക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രസ് നോട്ട് ഒന്നുകൂടെ കൊടുക്കും. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള നിങ്ങൾ ചോദ്യമൊക്കെ വെച്ചിട്ടുള്ളത് കൊടുക്കും. അല്ല, അത് വേറെ ഡീറ്റെയിൽസ് അത് ഞാൻ തരാം. എത്ര പേർ അറസ്റ്റായി, എത്ര ഉണ്ട്, ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഒരു പ്രസ് മീറ്റിൻ്റെ ഭാഗമല്ല, ഞാനത് തരാൻ പോവാം. ദാറ്റ്സ് വാട്ട് ആക്ച്വലി വി വാണ്ടഡ് ടു ടെൽ യു. YP നേറ്റീവ്സ് ആണ്, മലയാളികളാണ്. ഐ വാണ്ടഡ് ടു ഗെറ്റ് ഡീപ്പർ ആൻഡ് ദെൻ ഗെറ്റ് യു ബാക്ക്. അത്രയേ ഉള്ളൂ. പെരുമ്പാവൂർ മേഖലയിലുള്ള നമ്മളെ ഗസ്റ്റ് ലേബേഴ്സിൻ്റെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സോഴ്സ് പ്രകാരം ഗാഞ്ചാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആന്ധ്ര ഒറീസ ബോർഡർ, ഒറീസ ആ ഭാഗത്തിൽ ട്രെയിനിൽ വരുമ്പോൾ അവർ കൊണ്ടുവരേണ്ടതാണ്. സോ ആ ഒരു സംഘം വേറെയാണ്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് തന്നെ വേറെയാണ്, അത് അവർ തമ്മിലുള്ളതാണ്. സോ അത് ഞങ്ങൾ ആ ഒരു ആംഗിളിൽ തന്നെ നോക്കുന്നുണ്ട്. അതിൻ്റെ മോറോവർ അവർ വന്നാൽ ഞങ്ങൾ ടെസ്റ്റ് ചെക്കിംഗ് എല്ലാം നടക്കുന്നുണ്ട്. 1 kg 2 kg 5 kg ഞങ്ങൾ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതല്ല, ഇത് വേറെയാണ്. അതാണ് ഞങ്ങൾ ഇത്ര ഒരു പ്രസ് മീറ്റിൽ വന്നിട്ട് പറയാൻ കാരണമായത്. നോ നോ നോ, അങ്ങനെ നിങ്ങൾ ഒരു ലിങ്ക് ആക്കരുത്. ലെറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ഗോ ഓൺ. ലെറ്റ് us come back with all the investigation and then the details of it. ഞാൻ ഇപ്പം തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ NDPS അടിസ്ഥാനത്തിൽ, NDPS ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് ബെയിലബിൾ, ആരാണ് നോൺ ബെയിലബിൾ എന്ന് പ്രത്യേക ഷെഡ്യൂൾസിൽ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് എ സ്മോൾ ക്വാണ്ടിറ്റി, വാട്ട് ഈസ് എ ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി, വാട്ട് ഈസ് എ കമേർഷ്യൽ ക്വാണ്ടിറ്റി, ലാസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഫസ്റ്റ് ടൈം യൂസേഴ്സിനെ മാപ്പാക്കാൻ വേണ്ടി സെക്ഷനുകളുണ്ട്. ഞങ്ങളുടെ ടാർഗറ്റ് യൂസേഴ്സിനെ പിടിച്ച് അകത്ത് വെക്കേണ്ടതല്ല, യൂസേഴ്സിനെ ഞങ്ങൾ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം, അവരുടെ ഡി അഡിക്ഷൻ ആക്കണം, പെഡ്ലർസിന് അകത്താക്കണം, പെഡ്ലർസിൻ്റെ ആസ്തികൾ ഞങ്ങൾ സീസ് ചെയ്യണം, പെഡ്ലർസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഞങ്ങൾ തകർത്ത് കഴിയണം. ഇതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. നാട്ടുകാർ ഒരു കുട്ടി പാവം ബൈ സം അതർ ഇൻഫ്ലുവൻസ് ഈ ഒരു വിഷയത്തിലേക്ക് പോയി, അവരിനപ്പം തന്നെ ഞങ്ങൾ ക്രിമിനലാക്കി മാറ്റേണ്ടതല്ല. വി ഹാവ് ടു ഗെറ്റ് ദം ബാക്ക് ടു ദ മെയിൻ സ്ട്രീം. ദേ ഷുഡ് ബി കൺസിഡേർഡ് സംവാട്ട് വൺ ഓഫ് ദി വിക്ടിമായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടതാണ്. അവരുടെ ഇത് നോക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ പറ്റുക, കേസ് ഓൺ കേസ് ബേസിസ്. അതെ, അത് ഞങ്ങളെല്ലാം പറഞ്ഞു തരാം.
സി നിങ്ങൾ പറഞ്ഞത് എത്രമാത്രം ശരി എത്രമാത്രം തെറ്റെന്നെങ്കിൽ ഇപ്പോൾ പറയാൻ ഒക്കത്തില്ല. ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ട് ടെസ്റ്റ് ചെയ്യും, അല്ലാത്ത എനിവേ വി വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് മാറ്റർ. ബട്ട് അങ്ങനെ ഞങ്ങൾ ആക്സിഡൻ്റ് ആയ ആളുകൾ ഇതാണെന്ന് പറയാൻ പറ്റത്തില്ല. ദാറ്റ്സ് ഒരു സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആയിപ്പോകും. അപ്പോൾ പിന്നെ ശരി ഞങ്ങൾ എന്താ it's matter of time. We have already new building. We will be moving out soon. അല്ലല്ല ഞങ്ങൾ അതാണ് നമ്മൾ വിത്തിൻ 2 months വിൽ ഷിഫ്റ്റ്. നോട്ട് എനി ഷോ റെഡിയാണ്. എനിവേ താങ്ക് യു, നന്ദി, നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.